അധികം ചിലപ്പോൾ പുതുതലമുറക്ക് അത്ര അറിയില്ല. പക്ഷെ എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. ഷോർട്ട് ഫിലിം മേഖലയിൽ തുടക്കം കുറിച്ച ആളുകളാണ് സലാം കൊടിയത്തൂര്. അദ്ദേഹത്തിന്റെ സ്റ്റോറികൾ, പ്രവാസ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റോറികൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ലേക്ക് വീരാൻ എന്ന കഥാപാത്രത്തെ ചെയ്ത ആളാണ്. ഒരു നല്ല കഥയാണ്. അപ്പൊ അദ്ദേഹത്തിന് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. എന്റെ സ്വന്തം പേരിലും ഇവയുടെ പേരിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലി കൂട്ടായ്മയുടെ പേരിലും. അപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭൂരിപക്ഷം ആളുകളും നേരമ്പോക്കിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു തല്ലുപാല ടീമിന്റെ ഇതുപോലുള്ള സ്ഥാപനത്തിന്റെ സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ട്. ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അതിലൊക്കെ ഉള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേകമായി രേഖപ്പെടുത്താം. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം നല്ല ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ ഇതിന്റെ മാനേജ്മെന്റ് ടീമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ വൃദ്ധസദനം എന്നുള്ള പേരിട്ട് കാലത്ത് തന്നെ ശരിക്കും ഇതൊരു നിർബന്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ആൻഡ്രോയിഡ് ഐഫോണുകളൊക്കെ വില വന്നതിന് ശേഷം ബന്ധങ്ങളുടെ ഈ വീടുകളിലുള്ള പ്രായം ചെന്ന ആളുകളുടെ അവസ്ഥ എത്രമാത്രം അവരെ പരിഗണിച്ചാലും മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും എത്രമാത്രം അവരെ പരിഗണിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷം പലപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്നത് ശരിക്കൊരു പഠനം നടത്തുന്നതാണ്. അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ചെറിയ കുട്ടികളാണെങ്കിലും പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവർ കൂടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അവരെക്കാൾ മുതിർന്ന ആളുകളുടെ കൂടുതൽ കൂടുമ്പോൾ കിട്ടിക്കൊള്ളുന്നവരുടെ ജീവിതം പ്രധാന വിഷയമാക്കി നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ഇറക്കാനുള്ള കാരണം അതുപോലുള്ള അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു വേള ഈ പ്രായം ചെന്നവരെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ വീടുകൾ, ആ വീടുകളിൽ നടക്കുന്ന അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ മാനസിക വേദനകളൊന്നും ഒരു പരിധി വരെ പ്രോബ്ലമായില്ല. കാരണം ആ വീടിനുള്ളിൽ എരിഞ്ഞ് പുകഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ചെയ്യാനാണ്. അത്തരം ജീവിതങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പൊട്ടുകൾ പൊറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതൊരു തിയേറ്റർ സിനിമ ആണെങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളും അതുപോലെ ഇത്തരം ജീവിതങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കിടയൊക്കെ വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു സിനിമ. നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലുണ്ട്. ആകാശം കടന്ന് പോയിട്ട് മൂവിന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ആ സമയത്ത് തന്നെ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചിന്തയാണ്, അടുത്തൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൊടുത്ത് കിട്ടിയാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ജീവിതത്തിന്റെ ഏകദേശം അന്ത്യത്തോടൊക്കെ നിൽക്കുന്ന പ്രായം ചെന്നിട്ടുള്ള ആളുകളുടെ കഥകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം പ്രോത്സാഹിക്കുന്നുണ്ടാവും. അല്ല എവിടെയും കൂടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റനോട്ടത്തിൽ കാണുന്ന വിഷയങ്ങളായിട്ട് നമ്മൾ അതിന്റെ അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുന്നു. ഞാനിങ്ങനെ ഒരു സ്ഥാപനം സന്ദർശിച്ചിട്ട് അവിടെയുള്ള അധികവും ഒരു 90% ആളുകളെയും വീട്ടുകാർക്ക് ഭാരമായതുകൊണ്ട് പിന്നെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുള്ള ആളുകൾ. അതേസമയം
അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കുട്ടികൾ സ്വന്തം മക്കൾ ഇത്തരം രക്ഷിതാക്കളെ കൊണ്ടുവന്ന് തള്ളേണ്ട ഒരു സാഹചര്യം ഈ രക്ഷിതാവ് തന്നെ അവരുടെ ചെറുപ്പകാലം ഉണ്ടാക്കി തരുന്ന കാരണങ്ങളായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിന് ആരോഗ്യമുള്ള സമയത്ത്, അവരുടെ യുവത്വ സമയത്ത് ഈ രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ രക്ഷിതാക്കൾ അതുകൊണ്ട് ജീവിതം നരകതുല്യമായിട്ട് മാറിപ്പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുടെയും അവരുടെ കുട്ടികളുടെയും ഉദാഹരണങ്ങൾ ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. ഒരുപാട് സമയങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് ഞങ്ങളുടെ ഒരു മോക്സിനുമായി നഷ്ടപരിഹാരത്തിലെ സാമ്പത്തിക ഇടപാടുകളെ ആ വിഷയം നിർത്തിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ആ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പല ആളുകളും അതിന്റെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എത്രമാത്രം ഗൗരവപ്പെടുന്ന സംഗതിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ എഴുതി വളരെ ക്ലിയറാക്കി പറ്റുന്ന ഒരു തീരുമാനങ്ങൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അത് ഗൗരവകരമായിട്ടുള്ള സംഗതിയാണ്. ഒരു മനുഷ്യൻ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ആളെ മരിച്ചാൽ ആൾ കൊടുക്കാൻ വാങ്ങാനുള്ള ബാധ്യതകളും കണക്കുകളും ഒക്കെ രേഖപ്പെടുത്തി കൊടുക്കാൻ വന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം എളുപ്പമായിട്ടുള്ള സമയം. അതുപോലെ രണ്ടാമത്തെ സംശയം ഉണ്ടായിരുന്നു ഭരണം വിൽക്കാനുള്ളതാണ്. ആ ഭരണം വിൽക്കാനുള്ള പറഞ്ഞ സിനിമ സ്ത്രീധനത്തിനെതിരെ. ഇപ്പൊ സ്ത്രീധനമില്ല. അപ്പോ സ്ത്രീധനമില്ലാതെ തന്നെ കുട്ടികൾ കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് 2000-ലൊക്കെ സ്ത്രീധനത്തിന്റെ സമയത്ത് ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഞങ്ങൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള ചില വീഡിയോസിലൂടെയൊക്കെ സിനിമകളിലൂടെയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനുള്ള സാധ്യതകൾ ഇപ്പോ വലിയ വലിയ ഡയറക്ടർമാരുടെ പിന്നാലെ പോണ്ട, നിങ്ങളുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വിഷയങ്ങളുണ്ടാവും. ചെറിയ ചെറിയ റീൽസുകളാണെങ്കിൽ പോലും നമ്മളൊക്കെ കാണുന്ന റീൽസുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്ന വിഷയങ്ങൾ അവർക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വിനോദങ്ങൾക്കിടയിലും നേരമോട്ടിക്ക് പോകുകൾക്കിടയിലൊക്കെ റീൽസുകളിലും വീഡിയോസിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി വന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലും കൂടി മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ ഈ ഒരു റീൽസ് ലൈഫ് അതിന് അപ്പോഴേ ഒരു അർത്ഥം നൽകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും ഇനിയും നമുക്ക് കാണാൻ ഇടയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു. ജീവനേതം ഞങ്ങളെ ഏകദേശം എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയ ശക്തി. നമ്മുടെ ചികിത്സായിട്ട് നോക്കുമ്പോൾ അതിൽ മൂപ്പര ഉള്ളിൽ ജനിക്കാൻ പോകുന്ന ഒരു കഥാപാത്രവും അതേപോലെ ഒരു വലിയ ആശയവും നമ്മുടെ നാടിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയവും വാസ്തവത്തിൽ വാർദ്ധക്യമാണ്. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോഴും ആയിട്ടില്ല എന്ന് നമ്മൾ വീണ്ടും ഇതിനെ കൂട്ടിയിട്ടാണ് എത്ര കൊല്ലായി കഴിച്ച മൂന്നാമത്തെ വർഷമല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ നമുക്ക് ഇതിന്റെ മുന്നിൽ, അതായത് നമ്മളൊന്നും ഇതിനെ കുറിച്ച് ചിന്തിക്കാത്തപ്പോഴും വീട്ടിലുള്ളവരുടെ സമയത്ത് കുറിച്ച് ഉസ്താദുമാർ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് KN മലപ്പുറം ശ്രീ റജീന. അപ്പോൾ ഒരു നിറഞ്ഞു കൈ കൊടുക്കും. മുന്നിൽ പരിപാടി എല്ലാ വർഷവും അതിൻ്റെതായിട്ടുള്ള ടൈമിൽ നടത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിട്ടുണ്ട്. ആ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പല ആളുകളും അത്രയും ദൂരത്തിൽ വരെ ബസ്സും ഓട്ടോറിക്ഷ വെച്ച് വന്നിട്ടുള്ളത്. അതായത് ഇതിലൊരു ചാരിറ്റി കൂടി ഉണ്ടെന്ന് അറിയുന്നത്. അതായത് ജസ്റ്റ് ഒരു മീറ്റപ്പാണ് വേണ്ടിയിട്ട് എത്രത്തോളം ആൾക്കാർക്ക് കൂട്ടിക്കൊള്ളുന്നില്ല. എന്തായാലും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരോടും, അതുപോലെ തന്നെ നമ്മുടെ അഭിനയിച്ച പണ്ടത്തെ സിനിമ നമ്മുടെ സിനിമക്കാരുടെ ചേപ്പ് വെച്ച കഥാപാത്രങ്ങൾ അറിയാതെ
ഓക്കെ, എല്ലാവരും കൈയടിച്ചു. എല്ലാവരും കൊടുത്തു. ഇനി അടുത്ത ഒരു മഹാന കൊടുക്കുന്നത് നമ്മുടെ മനാഫാക്കുള്ളതാണ്. അടുത്തത് അർജുന്റെ കഥയിലൂടെയാണ് നമ്മൾ മനാഫ്ഖാനെ അറിഞ്ഞത്. ഇത്രയും വലിയ ഒരു ഹൃദയമുള്ള മനുഷ്യൻ നമ്മുടെ ചുറ്റും ജീവിച്ചിരുന്നു എന്ന് അറിയുന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്പീച്ചുകളൊക്കെ ഉണ്ട്. എന്റെ പ്രോഗ്രാമിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കാപ്പാട് അങ്ങനെ സ്നേഹത്തിൽ എന്റെ ഒരു ജന്മദിനം ആഘോഷിച്ചു. ഇവിടെ ഒരുപാട് ആളുകളെ വന്നിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഭൂമിയിൽ അവർക്ക് കൈത്താങ്ങാവാനുണ്ടാവും. നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും ഉണ്ടാവൂലേ? എനിക്കും ഉണ്ടായിരുന്നു ഒരു സ്നേഹനിധിയായ ഉപ്പച്ചി. കഴിഞ്ഞ കൊറോണയിലാണ് ഉമ്മച്ചി മരിച്ചത്. അതിന് കുറെ മുമ്പ് ഉപ്പച്ചി പോയി. നമ്മുടെ ഉപ്പച്ചി ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിന്റെ വില മനസ്സിലാവൂല. നമുക്ക് അവര് വയസ്സാവുമ്പോൾ അവരെ സ്റ്റൈല് പോരാ, സംസാരം ശരിയില്ല, അങ്ങനെ പല പല കുറവുകളായിരിക്കും. നാളെ നിങ്ങളും ഞങ്ങളൊക്കെ ഇതേ ഒരു അവസ്ഥയിലേക്ക് വരും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മാതാപിതാ ഗുരുദൈവം, നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഒന്നും ചോദിക്കൂല, ഒന്നും അന്വേഷിക്കൂല. പക്ഷെ അവരൊന്നും ചോദിക്കാതെ അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കൊടുക്കണം. അവരെ യാത്ര കൊണ്ടുപോകണം. അവരെ നിങ്ങളുടെ സന്തോഷത്തിലൊക്കെ ഉൾക്കൊള്ളിക്കണം. അവരോട് ഒരിക്കലും ശരി എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. അവരാണ് എല്ലാം. അവരില്ലെങ്കിൽ ഈ ദുനിയാവിന് വെളിച്ചമില്ല. ഓക്കെ, ഇനി നമുക്ക് മൊമെന്റോ കൊടുക്കലാണ്. അപ്പൊ നമുക്ക് മൊമെന്റോ സ്പോൺസർ ചെയ്യുന്നത് മലബാർ ടൂറിസം കൗൺസിലിന്റെ ആളുകളാണ്. അതിന്റെ സാരഥികൾ ഇവിടെ ഉണ്ട്. സജീർ പടിക്കൽ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാണ് മൊമെന്റോ കൊടുക്കാൻ വേണ്ടി. പ്ലീസ്. ഹലോ, നമസ്കാരം. ഞാൻ എല്ലാവരെയും ആശംസകൾ നേർന്നതാണ്. ഇവിടെ നേരത്തെ ഇല്ലാത്തത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യും. ഞങ്ങൾ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടൂറിസം പ്രവർത്തകരുടെ, അതിൽ റിസോർട്ടുകാർ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗമുണ്ട്, ഹോട്ടലുകളുണ്ട്, ഡാൻസിന് മുമ്പിൽ ഡാൻസ് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ്, ഇങ്ങനെ എല്ലാ തരം മലബാർ ടൂറിസം കൗൺസിൽ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാവരുടെയും കൂട്ടായ്മയുണ്ട്. അപ്പം ഈ കൂട്ടായ്മ മലബാറിലെ ടൂറിസത്തെ ഒരു നല്ല തൊഴിൽ ബുഷ്ര, പ്ലീസ് ബുഷ്ര. പേര് വിളിച്ചാണ്